بسم الله الرحمن الرحيم. عن عمران بن الحسين رضي الله عنه أن النبي صلى الله عليه وسلم قال الله تعالى عبدي أد ما افترضت عليك تكن من عبد الناس وانتهي عما نهيتك عنه تكن من أورع الناس وقنع بما رزقتك تكن من أغنى الناس. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സഹാബി, അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തന്നു, അല്ലാഹു തആല പറഞ്ഞതായി. അല്ലാഹു തൻ്റെ ദാസനോട് പറയുന്നു, ഞാൻ നിൻ്റെ മേൽ ഫർളാക്കിയ കാര്യങ്ങൾ നീ മുടക്കം കൂടാതെ നിർവഹിക്കുകയാണെങ്കിൽ നീ എൻ്റെ മുമ്പിൽ വലിയ ആരാധനക്കാരനായി രേഖപ്പെടുത്തപ്പെടും. ഞാൻ നിന്നോട് തടഞ്ഞ കാര്യങ്ങൾ നീ ജീവിതത്തിൽ നിന്നും പാടെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നീ ജനങ്ങളിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മതയുള്ളവനായി എഴുതപ്പെടും. ഞാൻ നിനക്ക് നൽകിയ ജീവിത വിഭവങ്ങൾ കൊണ്ട് നീ തൃപ്തിപ്പെടുകയാണെങ്കിൽ, പരാതി പറയാതെ ജീവിക്കുകയാണെങ്കിൽ നീ ജനങ്ങളിൽ വലിയ സമ്പന്നനായി ഗണിക്കപ്പെടും എന്ന് അള്ളാഹു തൻ്റെ അടിമയോട് പറയുന്നതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു എന്ന് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് സഹാബി വിവരിക്കുകയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 5 കാര്യങ്ങൾ മനുഷ്യ വിജയത്തിൻ്റെ അടയാളമാണ്. ഒന്നാമത്തത് ഹൃദയത്തിലുള്ള യഖീൻ, ഹൃദയത്തിലുള്ള ഉറപ്പ്. രണ്ടാമത്തത് ദീനിലുള്ള സൂക്ഷ്മത. 3 ഐഹിക ലോകത്തോടുള്ള വിരക്തി. 4 കണ്ണുകളിലെ ലജ്ജ. 5 ഹൃദയത്തിലുള്ള ഭയഭക്തി. അതേപോലെ 5 കാര്യങ്ങൾ മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ അടയാളമാണ് എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രസിദ്ധ താബിഈയാണ്, അദ്ദേഹം പറയാണ് 5 കാര്യങ്ങൾ മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ ലക്ഷണങ്ങളാണ്. 1 ഹൃദയ കാഠിന്യം. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് നരകവാസികളുടെ അടയാളം ഒരിക്കൽ ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, നരകവാസികൾ ഹൃദയ കാഠിന്യമുള്ളവരായിരിക്കും, അലിവില്ലാത്ത ഹൃദയമുള്ളവരായിരിക്കും നരകവാസികൾ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ആശയം ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നുണ്ട്. ഹൃദയത്തിലെ കാഠിന്യം മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ ഒന്നാമത്തെ അടയാളമാണ്. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞു, കണ്ണുകളിലുള്ള നിർജ്ജലത, ഒരിക്കലും കരയാത്ത കണ്ണുകൾ ഒരാളുടെ പരാജയത്തിൻ്റെ അടയാളമാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പ്രസിദ്ധ സഹാബി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അവറുകളുടെ ഗുരുനാഥനും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അവറുകളുടെ ശിഷ്യനുമാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക്. ഇമാം ബുഖാരി അവറുകളുടെ ഗുരുനാഥനും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യനുമായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി ധാരാളമായി കരയുമായിരുന്നു. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കൂടുതൽ കരയുന്നത്? പറഞ്ഞു, അള്ളാഹുവിനെ ഓർത്തിട്ട്, പടച്ചവൻ്റെ ശിക്ഷ ഭയന്നാണ് ഞാൻ കരയുന്നത്. അപ്പം ചോദിച്ചു, നിങ്ങളുടെ കരച്ചിൽ വളരെ അധികമാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, കരയാത്ത കണ്ണുകൾ എനിക്ക് യാതൊരു പ്രയോജനമില്ലാത്തതാണെന്ന് പറയട്ടെ. എനിക്ക് അള്ളാഹു കണ്ണ് തന്നത് കരയാൻ വേണ്ടി തന്നെയാണ്. അപ്പം കണ്ണുകൾക്ക് നിർജ്ജലത, ഒരിക്കലും കരയാതിരിക്കൽ പരാജയത്തിൻ്റെ അടയാളമായി ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു നമുക്ക് പറയാം. മൂന്നാമത്തത് പരാജയത്തിൻ്റെ അടയാളമാണ് ലജ്ജയില്ലായ്മ. മനുഷ്യൻ പരാജയപ്പെട്ടു പോകുമെന്നതിൻ്റെ ഒരു അടയാളമാണ് ലജ്ജയില്ലായ്മ. ഇന്ന് ലോകത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു ദുർഗുണമാണ് ലജ്ജയില്ലായ്മ. ലജ്ജ മനുഷ്യനെ എല്ലാ നന്മകളിലേക്കും പ്രേരിപ്പിക്കുകയും ദുഷ്പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൻ്റെ ആശയമുണ്ട്, നിനക്ക് ലജ്ജ നഷ്ടപ്പെട്ടാൽ എന്തും ചെയ്ത് നീ ജീവിക്കുമെന്ന്. ശരിയാണ്, ലജ്ജയില്ലാത്തവന് ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കില്ല. ഇപ്പം ലജ്ജയില്ലായ്മ ഒരു മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നാലാമത്തത് റസൂലുള്ളാഹി ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു പറഞ്ഞു, ദുനിയാവിൽ വലിയ കൊതി, വലിയ ആഗ്രഹങ്ങൾ, ഇത് മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ അടയാളമാണ്. 5-മത്തത് വലിയ വലിയ വ്യാമോഹങ്ങളുടെ പുറകെ ഉള്ള സഞ്ചാരം, അഥവാ ദുനിയാവിലെ സമയം മുഴുവനും അവരവരുടെ ഇച്ഛകൾ
ആശകൾ പൂർത്തിയാക്കാൻ വേണ്ടി തന്നെ ചെലവഴിക്കൽ ഒരു മനുഷ്യൻ പരലോകത്ത് പരാജയപ്പെട്ടു പോകും എന്നതിൻ്റെ അടയാളമാണ് എന്ന് ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇന്നലെ കേട്ട ഹദീസിൻ്റെ ബാക്കി ഇന്ന് കേട്ടതാണ്. അപ്പോൾ 5 കാര്യങ്ങൾ വിജയത്തിൻ്റെ അടയാളവും 5 കാര്യങ്ങൾ പരാജയത്തിൻ്റെ അടയാളവുമാണ് എന്ന് മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ചു തരാണ്. അല്ലാഹ് ഈ നല്ല കാര്യങ്ങൾ, ഈ വിജയത്തിൻ്റെ ലക്ഷണങ്ങളായി പറയപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കലും പരാജയത്തിൻ്റെ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിച്ച് തിരുത്തുകയും വേണം. കാരണം നമ്മളിവിടെ വന്നത് തോറ്റു പോകാൻ വേണ്ടിയല്ല എന്നെല്ലാവരും പറയാറാണ്. ഞാനും പറയും, നിങ്ങളും പറയും. ഇതിൻ്റെ അടയാളം നമുക്ക് കാണാൻ പറ്റും ജീവിതത്തിൽ. നാവ് കൊണ്ട് ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജയിക്കുമെന്ന് തോന്നുന്നില്ല. ഉണ്ടോ? ഇല്ല. അതിനുള്ള ജോലികളും കൂടി നമ്മൾ നിർവഹിക്കണം. അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.